ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത് മുതൽ ഭഗവാന്റെ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ദൃശ്യാവിഷ്കരിക്കണം. അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ അറിയാൻ ശ്രീകൃഷ്ണ കേന്ദ്രത്തിൽ വന്നാൽ മതി. ഈ ഗോശാലയുടെ മഹത്തായ ഒരു സങ്കല്പമാണ്. കേരളത്തിലും ഭാരതത്തിലും ഒട്ടനവധി വരുന്ന ഗോശാലകൾ നിലവിലുണ്ട്, വിശേഷാൽ കേരളത്തിലും. പക്ഷേ ഗോക്കളെ മാതാവായി കണ്ട് ആരാധിക്കുക എന്നുള്ള സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ മഹത്തായ സങ്കല്പത്തെ അതിലെ മൂല്യങ്ങൾക്ക് യാതൊരുവിധ ചോർച്ചയും സംഭവിക്കാതെ ആധുനിക കാലഘട്ടത്തിൽ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഗോശാല നിർമ്മാണം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തിരിച്ചറിയാം, ക്ഷേത്ര മാതൃകയിലാണ് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഗോക്കളെ ദേവതാ സങ്കല്പത്തിലൂടെയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം ആൻഡ് റിസർച്ച് സെൻറ്റർ എന്നാണ് ഈ പ്രോജക്റ്റിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോജക്റ്റാണ് ഗോശാല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗോശാലയുടെ കാര്യങ്ങൾ നോക്കുന്നതും ഈ ട്രസ്റ്റ് തന്നെയാണ് ഇതെല്ലാം നോക്കുന്നത്. ഇത് ആമയുടെ വാസുദേവൻ നമ്പൂതിരിയാണ് ഇതിൻ്റെ ഈ ട്രസ്റ്റിൻ്റെ അധ്യക്ഷൻ. അതുപോലെ ശശി അയ്യഞ്ചറയാണ് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി. അതുപോലെ നമ്മുടെ ബാലഗോകുലം തുടങ്ങിയിട്ടുള്ള MA സാറുണ്ട്, ബാലഗോകുലത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള MA സാറാണ് ഇതിൻ്റെ രക്ഷാധികാരി. അപ്പോൾ ഈ ട്രസ്റ്റും അതുപോലെ തന്നെ ഗോശാലയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു സമിതിയുണ്ട്, ലോക്കലുണ്ട്. അതിന് മാനേജറുണ്ട്, പ്രജിത്ത് എന്നാണ് മാനേജറുടെ പേര്. പിന്നെ ഈ സംവിധാനമൊക്കെ വെച്ചിട്ട് അതുപോലെ സ്വാമിജി ഉണ്ട് ഇവിടെ, നമ്മുടെ ഈ ശ്രീകൃഷ്ണ കേന്ദ്രത്തിൻ്റെ രക്ഷാധികാരി. അപ്പോൾ അദ്ദേഹം ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. പ്രോജക്റ്റ് ഓഫീസുണ്ട്, ഇതിൻ്റെ തൊട്ട് പുറത്തായിട്ട് പ്രോജക്റ്റ് ഓഫീസുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അദ്ദേഹം ഇവിടേക്ക് വരും. അത് കഴിഞ്ഞ് അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും, മാനേജറും ബാക്കിയുള്ള സംവിധാനമൊക്കെ ആയിട്ട് നടക്കും. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആൻഡ് റിസർച്ച് സെൻ്ററാണ് ഇതിൻ്റെ ട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ഒരു ഗോശാല എന്ന് പറയുന്നൊരു പ്രത്യേക സംവിധാനമാണ്. ഇവിടെ ഒരു വലിയ പ്രോജക്റ്റാണ്. നമ്മൾ വളരെ ചെറിയതായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. 1000 കോടിയെങ്കിലും ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു പദ്ധതികളാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഇവിടെ രാവിലെ മുതലൊരു 5 മണിക്ക് മുൻപ് തന്നെ പ്രധാനപ്പെട്ട ആൾ ഇവിടുത്തെ നേപ്പാളിൽ ജനിച്ച കൃഷ്ണനാണ് ഇതൊക്കെ ചെയ്യുന്നത്. കൃഷ്ണൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബാക്കി പശുക്കളെ കറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 4 വർഷമായി. മുന്നേ കൊടുങ്ങല്ലൂരായിരുന്നു. അപ്പോൾ വീട്ടിലും പശുക്കളുണ്ട്. പശുക്കളായിട്ട് ഇങ്ങനെ ഒരു 10-20 വർഷമായി പശുക്കളെ കൂടെ എൻ്റെ അങ്ങനെ പോണു. പശുക്കളെ നമ്മൾ ഇപ്പോൾ വൈകുന്നേരം അകത്ത് കയറ്റി കഴിഞ്ഞാൽ തവിട്, ചോളത്തിൻ്റെ പൊടിയും അവിലിൻ്റെ തവിടും പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്കാണ് ഇവർക്ക് കറവുള്ള പശുക്കൾക്ക് കൊടുക്കുന്നത്. ബാക്കിയുള്ളത് എല്ലാവർക്കും വൈക്കോലും പിന്നെ പുല്ലുണ്ട്. നമ്മൾ പുൽകൃഷി ഉണ്ട് ഇവിടെ. എല്ലാവർക്കും പുല്ല് ഒക്കെ കഴിഞ്ഞ് ഒരു 5-6 മണിന് ശേഷം അവരെ തീറ്റയും കാര്യങ്ങളൊക്കെ കഴിയും വൈകിട്ടുള്ള. ഇപ്പം നിലവിലിപ്പോൾ ഗോശാലയിൽ ഒരു 8-9 ഇനത്തിൽപ്പെട്ട ഒരു 80ഓളം പശുക്കൾ നമ്മളിവിടെ സംരക്ഷിച്ച് പോരുന്നുണ്ട്. അതിൽ കേരളത്തിൻ്റെ ഇനങ്ങളായിട്ടുള്ള വെച്ചൂർ, കാസർഗോഡ്, പിന്നെ ഒരു പാലപ്പിള്ളി ബ്രീഡ്, അങ്ങനെ തുടങ്ങിയ ബ്രീഡുകളുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻ ബ്രീഡുകളായിട്ടുള്ള ഗീർ, സഹിവാൾ, താർപ്പാർക്കർ തുടങ്ങിയ ഇതുണ്ട്. പിന്നെ നമ്മുടെ തമിഴ്നാട് സൗത്ത് ഇന്ത്യൻ ഇതുകളായിട്ടുള്ളത് കൃഷ്ണ പശു, തഞ്ചാവൂർ, ജല്ലിക്കെട്ട് പശു ഇതൊക്കെ ഉണ്ട് നമുക്ക്.
ഇവിടെ പ്രധാനമായിട്ടിപ്പോൾ ഗോ പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ പാലുൽപ്പന്നങ്ങൾ, പാല്, മോര്, തൈര്, വെണ്ണ, നെയ്യ്, അത്രയും പ്രോഡക്ട്സുകൾ തന്നെയുണ്ട്. പിന്നെ മെഡിസിനായിട്ട് പർപ്പസിന് ഉപയോഗിക്കുന്ന ഇപ്പോൾ ഗോക്കളുടെയൊക്കെ മൂത്രത്തിൽ നിന്നെടുക്കുന്ന അർക്ക്. പിന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ മുഖത്ത് പുരട്ടാനായിട്ട്. അത് പച്ച ചാണകത്തിലെ മുൾട്ടാണി മണ്ണും അതുപോലെ തന്നെ ചുവന്ന മണ്ണും ചേർത്ത് കുഴച്ച് ഉണക്കിയിട്ട് അതിൽ വേറെ 1-2 പച്ചമരുന്നും കൂടെ ചേർത്തിട്ട് അത് പൊടിച്ച് അരിച്ച് പാക്ക് ചെയ്തെടുക്കുന്നതാണ്. പെയിൻ ബാം ഉണ്ട്. അത് നമ്മളുടെ നെയ്യ് ഉപയോഗിച്ചിട്ട് അതിൽ മെന്തോളും തൈമോളൊക്കെ ചേർത്തിട്ട് ഒരു പെയിൻ ബാം. വേറെ കെമിക്കലൊന്നും നമ്മുടെ ഒറ്റ പ്രൊഡക്റ്റിലില്ല. എല്ലാം ഇവിടുത്തെ പശുക്കളുടെ പഞ്ചഗവ്യം അതുപോലെ തന്നെ ഇതുപോലെ പച്ചമരുന്നുകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പൽപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്, ടൂത്ത് പൗഡർ. അത് ഈ പറഞ്ഞ ചാണക വിരളീനെ കരിച്ചെടുത്തിട്ട് കരിയാക്കിയിട്ട് അതിൽ നമ്മൾ ഇന്ദുപ്പ്, കറുത്തുപ്പ്, പച്ചക്കർപ്പൂരമൊക്കെ ചേർത്തിട്ട് പൽപ്പൊടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഭസ്മം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ. നമ്മുടെ ഈ ചാണകത്തിനെ, ശുദ്ധമായിട്ടുള്ള ചാണകം എടുത്തിട്ട് വരളയാക്കി ഉണക്കും. നമ്മൾ ഉണക്കിയതിന് ശേഷം നമ്മൾ കത്തിക്കും. 3-4 തവണ സ്ഫുടം ചെയ്ത് നല്ല കളറായി കഴിയുമ്പോൾ നമ്മളതിനെ എടുത്തിട്ട് 2 സിസ്റ്റം ഉണ്ട്. ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ അടി എടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ കത്തിച്ച ചാണകത്തിനെ അതിൻ്റെ ഇതെടുത്തിട്ട് നമ്മൾ പൾവറൈസറിൽ പൊടിപ്പിച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് ഭസ്മം. ആ ഭസ്മത്തിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കില്ല. കളർ കിട്ടാനോ അല്ലെങ്കിൽ മണത്തിനോ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കില്ല. എന്ന് വെച്ചാൽ ഈ ഭസ്മം ആളുകൾ ഭസ്മജലമായിട്ട് കുടിക്കാനും ഉപയോഗിക്കുന്നുണ്ട്, നെറ്റിയിൽ തൊടാനും. അതുപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ അഭിഷേകത്തിനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭസ്മം ഉപയോഗിക്കുന്നുണ്ട്. ഭസ്മത്തിൻ്റെ ഒരു നിർമ്മാണ രീതി അങ്ങനെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഒരു പാർക്ക് എന്ന് പറയുന്ന സമയത്ത് ഒരാൾക്ക് പാർക്കിൽ വന്നു അവർക്ക് കളിക്കാം. ആ കളിക്കൽ മാത്രമല്ല, പ്രകൃതിയെക്കുറിച്ച് അറിയാൻ, പ്രകൃതിയെക്കുറിച്ച് പഠിക്കാനൊക്കെ ഉള്ള എല്ലാ ഒരു വളരെ മനോഹരമായിട്ടൊരു പ്രകൃതി ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ച പോലെയുള്ളൊരു പ്രദേശമാണിത്. അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ഇന്ന് പാർക്കിൽ വരുന്നൊരു കുട്ടിക്ക് പാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ അതല്ല. ഇവിടെ പാർക്കിൽ വരുന്നൊരു കുട്ടിക്ക് പശുക്കളെ കാണാം, നാടൻ പശുക്കളെ കാണാം, നാടൻ പശുക്കളെ തൊട്ടറിയാനുള്ള സൗകര്യമുണ്ട്, പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. വളരെ ഈ മനോഹരമായിട്ടുള്ള ഇതൊക്കെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ പാർക്കും അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർക്ക് മാത്രമല്ല, പാർക്ക് എന്നുള്ളത് ഒരു വൃന്ദാവനം പാർക്ക് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഈ ഗോശാലയുമായി ബന്ധപ്പെട്ടും അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം എന്ന നിലയിലും ഈ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന 41 പദ്ധതികളാണ്. ഒന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഭഗവാന്റെ തിരവതാരം ഉൾപ്പെടുന്ന അതിന് ശേഷമുള്ള കാര്യക്രമങ്ങൾ. ഒന്നിവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ ക്ഷേത്രം എന്നുള്ളത് ഗുരുവായൂർ ക്ഷേത്ര മാതൃകയിൽ 8 നിലയോടുകൂടിയ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ സവിശേഷത എന്നുള്ളത് കേരളത്തിലെ താന്ത്രിക വിധി അനുസരിച്ചുള്ള ക്ഷേത്ര പ്രതിഷ്ഠകളല്ല, വടക്കേ ഇന്ത്യയിൽ എന്നതുപോലെയുള്ള ധ്യാനവിധിയിലുണ്ടാകുകയും ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് അവരുടെ മനോധർമ്മം അനുസരിച്ച് അവിടെ പൂജ ചെയ്യുവാനും നിവേദിക്കുവാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ 4000 ആളുകൾക്ക് ഒരുമിച്ച് ചേരുവാനും അവർ കൺവെൻഷൻ സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം ഈ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് 7 ഏക്കർ ഭൂമിക്കകത്ത് കൃത്രിമമായി കാളിന്തി നദിയുടെ സങ്കല്പത്തിൽ ജലസംഭരണി ഉണ്ടാകും. ഞാൻ മുമ്പ് സൂചിപ്പിച്ച 3 മലകളിൽ നിന്നും ഒഴുകി വരുന്ന ജലം തടഞ്ഞു നിർത്തി അത് വലിയൊരു ജലാശയമാക്കി രൂപപ്പെടുത്തി അവിടെ കുട്ടികൾക്ക് ബോട്ടിംഗ് സൗകര്യം ഉൾപ്പെടെയും അതോടൊപ്പം കാളനീയ മർദ്ദനത്തിൻ്റെ വലിയ സ്റ്റാച്ചുവും ഉയർന്നു നിൽക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ 5 ഏക്കർ ഭൂമിയിൽ നമ്മുടെ വേദ പഠന കേന്ദ്രമുണ്ടായിരിക്കും. വേദങ്ങളെ സംബന്ധിച്ചുള്ള ആധികാരികമായ വളരെ ശാസ്ത്രീയമായ അതിൻ്റെ മൂല്യങ്ങളെ വളരെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒരു വേദ പഠന കേന്ദ്രമുണ്ടാവും. അതോടൊപ്പം മറ്റൊന്ന് എന്ന് പറയുന്നത് ഭാരത ദർശൻ എന്ന് പറയുന്ന പദ്ധതിയാണ്. ഭാരതത്തിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വരുന്ന ഭാരതത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ആശ്രമങ്ങളെ സംബന്ധിച്ചുമൊക്കെ ആളുകൾക്ക് പഠനം നടത്തുവാനും നിരീക്ഷണം നടത്തുവാനും കഴിയുന്ന വലിയൊരു മ്യൂസിയം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ആയുർവേദ ഔഷധ തോട്ടമുണ്ടാവും, ആയുർവേദ സെൻ്റർ ഉണ്ടാവും, മെഡിറ്റേഷൻ സെൻ്റർ ഉണ്ടാവും, ഗീതാ മണ്ഡപമുണ്ടാവും. വൃത്തരായിട്ടുള്ള ആളുകൾക്ക്
താമസിക്കാൻ കഴിയുന്ന തപോവനം, വൃത്താശ്രമം ഉണ്ടാവും, അതിഥി മന്ദിരങ്ങളുണ്ടാവും. അങ്ങനെ ബൃഹത്തായ ഒട്ടനവധി വരുന്ന പദ്ധതികളെ കൂടിച്ചേർന്നുകൊണ്ട് ഭാരതത്തിലെ ആത്മീയവും വിജ്ഞാനവും വിനോദവും കൂടി സംഗമിക്കുന്ന മഹത്തായ ഒരാശയമാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക. ഈ ഗോശാലയുടെ ഫ്രണ്ടിൽ തന്നെ ബോധിവൃക്ഷമുണ്ട്. വളരെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ബോധിവൃക്ഷമുണ്ട്. പിന്നെ കൂവളമുണ്ട്, കൊന്നയുണ്ട്. അങ്ങനെ തൊട്ട് ഇവിടെ ഒരു 48 ഏക്കർ സ്ഥലത്തിൽ ധാരാളം വൃക്ഷങ്ങൾ, പ്ലാവ്, മാവ്, കശുമാവ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള തെങ്ങ്, റംബുട്ടാൻ, ജാതി, ഇങ്ങനെ എല്ലാം ഒരു കുറേ ചാമ്പ, പേര, അങ്ങനെ കുറേ എന്താ പറയുക, ഇവിടെ പ്രത്യേകിച്ച് ധാരാളം കുരങ്ങന്മാരും പക്ഷികളും ഒക്കെ ധാരാളം വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവർക്കും അത് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ധാരാളം വൃക്ഷങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പാടം കഴിഞ്ഞിട്ടുള്ള ഏരിയകളിൽ മുഴുവൻ വൃക്ഷങ്ങളാണ്, ധാരാളം വൃക്ഷങ്ങളുണ്ട് ഇവിടെ. അത് ഔഷധ വൃക്ഷങ്ങളുണ്ട്, പിന്നെ ഭക്ഷണം അല്ലെങ്കിൽ ഫലങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള വൃക്ഷങ്ങളുണ്ട്. ഈ മലനിരകൾ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആറേശ്വരം മലയും കോടശ്ശേരി മലയും കനകമലയും 3 മലകൾ അർത്ഥവൃത്താകൃതിയിൽ നിലനിൽക്കുകയും അതിനുള്ളിൽ വരുന്ന 120 ഏക്കർ സ്ഥലമാണ് ഈ ഗോശാലയുടെ പ്രവർത്തന മേഖലയായി നമുക്ക് കാണാൻ കഴിയുക. ഈ ശ്രീകൃഷ്ണ കേന്ദ്രം പൂർത്തിയാകുമ്പോൾ ഭാരതത്തിലെ ഞങ്ങളുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ കാഴ്ചപ്പാടിൽ ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു ആധ്യാത്മിക ടൂറിസവും ആധ്യാത്മിക പഠന കേന്ദ്രവുമായിരിക്കും. അപ്പോൾ പഠിക്കാനും സാധിക്കും, അത് ടൂറിസം ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പശുക്കളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും ഗോക്കളെ ഇവിടുന്ന് കൊണ്ടുപോകാം. അവർക്ക് ഗോക്കളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പശുക്കളെ വളർത്തി ആ പശു പ്രസവിക്കുന്ന 2 കുട്ടികളെ ഇങ്ങോട്ട് തരണം, പശുക്കുട്ടികളെ. ഈ പശുക്കുട്ടികളെ നമ്മൾ അവർക്ക് കൊടുക്കും, മറ്റുള്ളവർക്ക് കൊടുക്കും. അങ്ങനെ നാട്ടിൽ ആർക്ക് പശു വേണമെങ്കിലും പശുവിനെ കൊടുക്കും. ഭഗവാന്റെ തിരവതാര ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ സന്ദേശങ്ങളെ സംബന്ധിച്ചും പ്രചരിപ്പിക്കുക എന്നുള്ള മഹത്തായ പ്രവർത്തനത്തിലാണ് ഈ സ്ഥാപനം ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്.